തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇന്നിപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസ് ആദ്യം എടുക്കാൻ പോയ ഒരു അനുഭവം. അനുഭവം സെറ്റാണ്. മൂപ്പര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അത്രയും മൂപ്പരുടെ അടുത്ത് യോജിക്കുന്നത്. ലൈസൻസ് എടുക്കാൻ പോയി. ഖത്തറിന്നാണ് 2015. പൈസ ഒക്കെ അടച്ച് ബുക്കൊക്കെ മേടിച്ച് എല്ലാം കൊണ്ട് ഓക്കെ ശരിയാക്കി. അപ്പം എൻ്റെ അടുത്ത് നമുക്ക് വാസ്ത ഉണ്ടല്ലോ, എൻ്റെ അറബി കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പിടിപാടുള്ള ആളാണ്. അപ്പോൾ വാസ്ത മീൻസ് പിടിപാട്. അപ്പോൾ ലൈസൻസ് എടുക്കാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, ടെസ്റ്റ് ഇടേണ്ടതൊന്നും വേണ്ട അങ്ങനെയൊക്കെ. അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ അവിടെ ഒരു സുഡാനി, മൂപ്പര് അറബിയുടെ കൂട്ടുകാരനാ, ദോസ്താണ്. അപ്പോൾ മൂപ്പരുടെ അടുത്ത് ഇങ്ങനെ എത്തിയിട്ട് കാര്യങ്ങൾ സലാം പറച്ചിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അവസാനം എന്താക്കി സംസാരിച്ച് അവർ രണ്ടാളും സംസാരിച്ചിട്ട് അവസാനം എന്താക്കി ഇങ്ങനെ സംസാരിച്ചിട്ട് അവസാനം ലൈസൻസിന്റെ കാര്യം ഇങ്ങനെ സംസാരിച്ച് ഇവനാണ് പുതിയ ഡ്രൈവറാണ് അങ്ങനെ ലൈസൻസ് എടുക്കുന്നതിന് മുന്നേ ഞാൻ വണ്ടി ഓടിച്ചിരുന്നു. എനിക്ക് 7 മാസം കഴിഞ്ഞിട്ടേ ലൈസൻസ് എടുത്തത്. അവിടെ ഓൾറെഡി ഡ്രൈവർ ഉള്ളത് കൊണ്ട് പിന്നെ ഓട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. വീട്ടിലത്തെ പണി കാര്യങ്ങളൊക്കെ ആയിരുന്നു, ദിവാനിയ മജ്ലിസ് അങ്ങനത്തെ പണി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ എന്താക്കി അന്ന് ലൈസൻസിന്റെ ആവശ്യമൊന്നുമില്ല, എന്തെങ്കിലും മേടിക്കാണ്ടെന്നുണ്ടെങ്കിൽ എടുത്തു പോവുക വരിക അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അപ്പൊ ലൈസൻസും വേണ്ട നമുക്ക്. അപ്പൊ അവസാനം ലൈസൻസ് എടുക്കാന്നുള്ളതാക്കി, മദ്രസ തുറക്കൽ കാര്യങ്ങളൊക്കെ ആയപ്പോൾ അങ്ങനെ പെട്ടെന്ന് പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്റെ കഫീൽ എന്താക്കി പോയി അങ്ങനെ സുഡാനി, ഇന്ത്യയിൽ മുതിർ സുഡാനിട്ടാണ് എൻ്റെ ഒരു അറിവില്. അപ്പൊ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആ സമയത്ത് എന്താക്കി മൂപ്പര് ചോദിച്ച് ലൈസൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രെയില് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് എടുക്കുന്നതല്ലേ നല്ലത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ മൂപ്പര് പറഞ്ഞു, ഇവ വണ്ടി ഓടിക്കണത് ഇതൊക്കെ ആക്കണത് ഓക്കെ, അവൻ എൻ്റെ വീട്ടിലത്തെ ഒരാളെ അല്ല കൊണ്ടുപോകണത്, അതേപോലെ എൻ്റെ ഫാമിലിത്തെ ഒരാളല്ല കൊണ്ടുപോകണത്. നിങ്ങളുടെ വീട്ടിലത്തെ ആൾക്കാരെ, നിങ്ങളെ ഭാര്യനെ, നിങ്ങളെ കുട്ടികളെ, നിങ്ങളെ പേരക്കുട്ടികളെ, നിങ്ങളെ ആണ് കൊണ്ടുപോകണത്. അപ്പൊ ഇവിടുന്ന് ലൈസൻസും പഠിക്കാതെ ഇതൊന്നും ആക്കാതെ നമ്മൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ അതിന് നിൽക്കണത്? പഠിച്ചിട്ട് എടുത്തു കൊടുക്കണതല്ലേ നല്ലത്. ഇങ്ങനെ നല്ല രീതിയിൽ സംസാരിച്ചത്. സുഹൃത്തുക്കളാണ് അവർ രണ്ടാള്. അപ്പൊ അങ്ങനെ സംസാരിച്ചപ്പോ സംഭവം ശരി തന്നെയല്ലേ. അപ്പൊ എന്നിട്ട് അവസാനം എന്താക്കി, എന്നാ ശരി മൂപ്പര് പറഞ്ഞത് കേൾക്കാം, സംഭവം ശരി തന്നെ. ഒരു വാസ്തയിൽ എടുക്കുന്നതും നമ്മൾ പഠിച്ചിട്ട് എടുക്കുന്നതും അതിന്റെ രണ്ടിന്റെ വാല്യൂ വേറെ അല്ല. ലൈസൻസ് ഒക്കെ ഓക്കെ, പക്ഷെ അത് രണ്ടിന്റെ വാല്യൂ മൂപ്പർക്കുള്ള ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ. അപ്പൊ മൂപ്പര് പറഞ്ഞ ഓക്കെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താക്കി ലൈസൻസ് എടുക്കാൻ പോയി. അപ്പൊ ഫസ്റ്റത്തെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ മറ്റേത് മറിച്ചൊക്കെ അതൊക്കെ കഴിഞ്ഞു. അതിന് ശേഷമുള്ളത് റോഡ് ടെസ്റ്റ് ആണ്. നമ്മളെ പാർക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അതൊക്കെ അൽഹംദുലില്ലാ ഓക്കെ ആയി. അപ്പൊ നമ്മൾ എന്താക്കും, ഫസ്റ്റത്തെ റോഡ് ടെസ്റ്റിന് എന്താക്കി പോലീസ് എടുത്തിരിക്കുമല്ലോ, നമുക്ക് ഭയങ്കര പേടി. ഞാൻ എന്താക്കി ഭയങ്കര പേടി. അപ്പൊ ഞാനിങ്ങനെ, അപ്പൊ മൂപ്പര് പറഞ്ഞു എൻ്റെ അടുത്ത് പേടിക്കണ്ട, നല്ലപോലെ ഓടിച്ചോന്നൊക്കെ പറഞ്ഞു. ഓക്കെ കുഴപ്പമൊന്നുമില്ല. ഒരു കുത്തല് വന്ന് സെക്കൻഡിൽ ഒരു കുത്തല് വരുന്നത്, മറ്റേ സെക്കൻഡിന് നേരെ ഇട്ടത് ഏതാ ഫസ്റ്റിക്ക്. ഒരു ബേജാറിന്റെ ഇടയിൽ കൂടെ വണ്ടി ഓടിക്കണോ എല്ലാ കാര്യങ്ങളും ഉണ്ട് വീട്ടിലും. മറ്റേ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വീട്ടില് നോർമല് വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റിന്ന് നേരെ ഇട്ടത് സെക്കൻഡിൽ നിന്ന് നേരെ ഇട്ടത് ഫസ്റ്റിക്ക്. ആകെ കലിപ്പായില്ലേ, കലിപ്പ് പറഞ്ഞ കയ്യിന്ന് പോയിക്കോ, മനസ്സിലായി. ഓക്കെ, ഇത് ഏകദേശം തീരുമാനമായി എന്നുള്ളത്. ബേജാറുകൊണ്ടാണ് ഫസ്റ്റ് പോലീസുകാരെ എടുത്തിക്കല്ലേ, ആ ബേജാറുണ്ട്. എന്തായി ഫസ്റ്റത്തേല് ഓക്കെ പൊട്ടി. അപ്പൊ എന്നിട്ട് തന്ത മജ്ലിസിക്ക് വിളിച്ച്, ഇവിടുന്ന് വണ്ടി ഓടിക്കണ്ട്, തന്തനൊക്കെ ഞാൻ കൊണ്ടുപോയിണ്ട്. തന്ത മജ്ലിസിക്ക് വിളിച്ച മൂപ്പര് പറഞ്ഞ റെഡി അല്ലേ ചോദിച്ച്. മൂപ്പര് പറഞ്ഞത് റെഡി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ബേജാറായിട്ടാണ് എന്ന് പറഞ്ഞു. എന്തിനാ ബേജാറാണ്? എന്നിട്ട് പിന്നെ അടുത്ത ടെസ്റ്റ് കിട്ടി. പിന്നെ പറഞ്ഞു നമ്മളെ പഠിപ്പിക്കാൻ നമ്മളെ റാഫിക്ക് ഉണ്ടായിരുന്നു. റാഫിക്ക് ആള് സെറ്റ്, തൃശ്ശൂര് നമ്മളെ റാഫിക്ക് ഉണ്ടായിരുന്നു. റാഫിക്ക മലയാളി ഡ്രൈവിംഗ് സ്കൂളിൽ റാഫിക്കായിരുന്നു. അപ്പൊ റാഫിക്ക നല്ല രീതിയിൽ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ ബേജാറാകുന്നു വേണ്ട, എല്ലാം പഠിപ്പിക്കണേ. ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട് കേട്ടോ റാഫിക്കായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തായി, അവസാനം രണ്ടാമത്തെ ടെസ്റ്റിന് പോയിട്ട് ഓക്കെ, പോലീസുകാരനും പറഞ്ഞു ബേജാറാകൊന്നും വേണ്ട. ആദ്യം പറഞ്ഞു തന്നെ ബേജാറാകൊന്നും വേണ്ട, അവസാനം ബേജാറാകുന്നൊന്നും വേണ്ട പറഞ്ഞു. അവസാനം എന്താക്കി അങ്ങനെ വണ്ടി ഓടിച്ച് ഓക്കെ രണ്ടാമത്തേല് നമ്മൾ പാസ്സായി അൽഹംദുലില്ലാ. എന്നിട്ട് ഇത് നമ്മളടുത്ത് പറയൂലല്ലോ പാസ് എന്നുള്ളത്. അപ്പോ ഞാനും കഫീലും ഭയങ്കര ഇതാണ്, ദോസ്താണ്. അപ്പൊ വന്നിട്ട് പറഞ്ഞ മറത്താന്ന് ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞ വേറെ ഒന്നുണ്ടല്ല, നമ്മള് അങ്ങനെ
ഒരു ബന്ധമുണ്ട് കഫീലായിട്ട് തന്നെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു പഠിച്ചോനെ വീണ്ടും പോയോ എന്നിട്ട് അവസാനം ലൈസൻസ് എടുത്തിട്ട് കാണിച്ചു തന്നു, പാസ്സായി മബ്രൂക്ക് പറഞ്ഞു. അപ്പൊ അൽഹംദുലില്ലാഹ് റാഹത്തായി. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ലൈസൻസ് ഫസ്റ്റത്തെ ഒരു ലൈസൻസ് എടുക്കാൻ പോയ ഒരു സംഭവം ഉള്ളത്. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് കാര്യങ്ങളൊക്കെ ചെയ്യും. ബാക്കി എന്തെങ്കിലുമൊക്കെ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഓർമ്മയിൽ വരുമ്പോൾ ഇങ്ങനെ പറയണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇതേ ഇങ്ങനെ പറഞ്ഞു വരാൻ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമന്റ് ആയിട്ട് ചോദിക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനോട് ഇതാക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഇതാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും അറിയാനോ ഹൗസ് ഡ്രൈവറിന്റെ പണീനെ പറ്റിയിട്ട് ഹൗസ് ഡ്രൈവറിന്റെ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് എനിക്ക് അറിയാവുന്നത് പോലെ ഞാൻ പറഞ്ഞു തരണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും എന്തൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ അറിയാൻ കാര്യങ്ങൾ ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. അറിയുന്ന രീതിയിലെല്ലാം പറഞ്ഞു തരണ്ട്. ഓക്കെ, താങ്ക് യു.